ഞാൻ എന്റെ ഉമ്മമാരോട് ഉപ്പമാരോടൊക്കെ പറയട്ടെ, പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ബിസ്മില്ലാഹി എഴുതിയത്, മാഷാ അല്ലാഹ് എഴുതിയത് എന്താണ്? ആദാ മിൻ ഫദ്ലി റബ്ബി. വീടെടുക്കുമ്പോ ഇഷ്ടം പോലെ അങ്ങനെ പല ആൾക്കാരും വന്ന് പറഞ്ഞു തരും, ഇങ്ങനെ എഴുതിക്കോളി, ഇങ്ങനെ എഴുതിക്കോളി. കാരണം നമുക്ക് പേടിയാണല്ലോ, ഓരെങ്ങാനും പൊളിഞ്ഞാടിയാൽ ആരെങ്കിലും കണ്ണ് ഭയങ്കര കണ്ണാണല്ലോ ആൾക്കാർ, കണ്ണും നാവൊക്കെ ഭയങ്കര കണ്ണ, പിടിച്ചിട്ടാ കഴിയില്ലല്ലോ. ആരെ കണ്ണാ പിടിച്ചിട്ട് ഏത് കണ്ണ് നാവെന്താ അറിയില്ലല്ലോ. അപ്പൊ മാഷാ അല്ലാഹ് തബാറക അല്ലാഹ് ഖുശാലായി വീടിൽ കാണാൻ കഴിഞ്ഞാൽ അത് കയ്യക്കണ സ്ഥലത്തുണ്ടാവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മാഷാ അല്ലാഹ് ഖുർആന്റെ ഒരു വാക്കാണ്, ഖുർആനിലുള്ള ഒരു ആയത്തിന്റെ ഒരു ഭാഗമാണ് മാഷാ അല്ലാഹ്. ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്നുള്ള ഖുർആനിലുള്ളതല്ലേ, ബിസ്മില്ലാഹി എന്നുള്ള ഖുർആനിലുള്ളതല്ലേ. ബഹുമാനത്തോടെ കാണണം, വെറുതെ ആക്കാൻ പാടില്ല. വലിയ ബഹുമാനം അതിന് നൽകണം. ആ ബഹുമാനമാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിലും തഖ്വയുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം.